180 മാറ്റിയിട്ട് 190 ജസ്റ്റ് ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പോളെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കുറച്ച് അക്സസറീസും കാര്യങ്ങളൊക്കെയാണ്. എനിക്കറിയാം ഇപ്പോൾ ഈ വീഡിയോ താഴെ ഒരുപാട് കമൻറ്റ് വരും, അത് ചേഞ്ച് ചെയ്യാത്ത എന്ത് ബ്രോ, ചേഞ്ച് ചെയ്ത് ബ്രോ എന്തൊക്കെ. ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ പോളോടെ W ഡിസൈൻ ഹെഡ്ലൈറ്റ് ഇല്ലേ, അതിൻ്റെ പിക്സൽ RGB വർക്കതാ. ഇപ്പം നമ്മൾ മൂന്നാമത്തെ ഹെഡ്ലൈറ്റാണ് ഈ സെയിം W ഹെഡ്ലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടാ പാർക്ക് ഇട്ടേടാ, പാർക്ക് മാത്രം ഇടാൻ നേരത്ത് നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മുടെ ഡ്യൂക്കിൻ്റെ ബേക്ക് ടയർ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസം കൊണ്ട് ഞാൻ ഈ മുട്ട ടയറാണ് കേട്ടോ വണ്ടിയുടെ ഓട്ടം. എന്താ കണ്ടിട്ട് മാർബിൾ രൂപത്തിലായിട്ടുണ്ട്. സെൻറ്ററിൽ മാത്രം കുറച്ചതാ, ഇവിടെയൊക്കെ കമ്പിയുടെ പുറത്ത് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഷോക്കാവസ്ഥയിൽ ഇത്രയും നാളായിട്ട് ഓടുന്നത് കേട്ടോ. മുമ്പൊക്കെ ഏകദേശം കുറച്ച് മുട്ടാവുന്ന സമയത്ത് ഞാൻ പുതിയ ടയർ റീപ്ലേസ് ആണ്. ഈ വണ്ടിയിൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് ടയർ ഫ്രണ്ടിൽ ബാക്കിൽ ഇട്ടിട്ടേ ഇല്ല. ഇപ്പം 60,000 കിലോമീറ്റർ ഇത്രയും നാളായിട്ട് ഞാൻ സെക്കൻഡ് ഹാൻഡ് ടയർ യൂസ് ചെയ്തിട്ടില്ല. ഇന്ന് ഈ ഒരു ടയർ ഞാൻ ബാക്ക് ടയർ ചേഞ്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ അപ്പ് സൈസ് ടയർ ഇടാനായിട്ട് പോവുകയാണ്. ഒരു 180 സെക്ഷനിലോട്ട് ആദ്യമായിട്ട് കിടക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഫീൽഡിൽ ഇന്ന് അറിയാനായിട്ട് പറ്റും. 180 സെക്ഷൻ അല്ലെങ്കിൽ 170 സെക്ഷനിലൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ചാത്തന്നൂരുള്ള നെക്സ്റ്റ് കസ്റ്റംസിൽ പോയിട്ടാണ് നമ്മുടെ ടയർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് കസ്റ്റംസിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ടയർ നല്ലൊരു ടയർ നോക്കിയപ്പം എടുക്കാനായിട്ട് പോകാൻ കേട്ടോ. ഏതെടുക്കട്ടെ, നല്ലൊരു ടയർ ഞാനൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. റോഡ് 5 ഉണ്ട്, റോഡ് 6 ഉണ്ട്, മെക്സിലറുണ്ട്, മിഷിലുണ്ട്, ഒരുപാട് കിടപ്പുണ്ട്. നല്ലതൊന്നും എടുക്കട്ടെ. ഒരു റോഡ് 5 കേട്ടോ, നമുക്ക് സോഫ്റ്റ് റബ്ബർ ഇതാണപ്പം ഞാൻ ചോയ്സ് ചെയ്തത്. ഒന്നുകൂടെ നോക്കട്ടെ. നല്ല ടയറൊക്കെ നല്ല നമ്മളെ കടയിൽ നമ്മൾ തന്നെ പറയും. 180 മാറ്റിയിട്ട് 190 ജസ്റ്റ് ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു ട്രാക്ക് ഇടണം. അപ്പോൾ ഒരു ബെഡാ സൈസ് ഇടാന്ന് വിചാരിച്ചു. 190 മോനെ പൊളിയായിരിക്കും അല്ലേ. അല്ലേ, ആ റോഡ് 6 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നേരത്തെ കാണിച്ച റോഡ് 5 ആണ്, ഇത് റോഡ് 6 ആണ്. ഏകദേശം ഒരു 80% ത്രെഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടയറാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കിവിടെ വരെയാണെങ്കിൽ ഇതാ സെറ്റ് ടയർ എടുത്ത് കൊടുക്കൂലേ പയ്യന്മാർക്ക്. ഫ്രണ്ടും ബാക്കും നല്ല അടിപൊളി ടയർസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം കുറഞ്ഞ സൈസ് 150 160 ഒക്കെ ഇനി അടുത്ത സ്റ്റോക്കിന് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ 180 ആണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പം വന്നാൽ മതി, നമുക്ക് 180 ഒക്കെ സുഖമായിട്ട് ഇടാം. ഒരു NS ഇതാ, അവൻ്റെ NS 190 ആണ് ഇട്ടേക്കുന്നത്. മൂടി വെച്ച NS 190 ടയറാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ 390 190 ഇട്ടാൽ പക്ഷേ മാത്രമല്ല ഈ റോഡ് 6 ഒക്കെ ആയതുകൊണ്ട് ഒറ്റ എല്ലാം കൊണ്ടുപോകണം. റോഡ് 6 ഒക്കെ ആയതുകൊണ്ട് 190 ഇട്ടാലും ഭയങ്കര വെയിറ്റ് വരത്തില്ല. അതുകൊണ്ട് ചെയിൻ പോക്കറ്റും കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് വരത്തില്ല. റോഡ് 6 ഭയങ്കര വെയിറ്റ്ലെസ്സാണ്, നല്ല സോഫ്റ്റ് റബ്ബറാണ്. അതുകൊണ്ട് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല വലിച്ചെടുത്തോട്ട് പോവുകയും ചെയ്യും. വണ്ടിക്ക് വരാൻ ഇഷ്യൂ കാര്യങ്ങളൊന്നും വരത്തുമില്ല കേട്ടോ. ഓക്കെ, കിടക്കണ ടയർ നോക്കിയ വണ്ടിയുടെ അതെവിടെ കിടക്കണം, ഇതെവിടെ കിടക്കണം. ഓ മോനെ, ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡ്യൂക്കിൽ ടയർ ട്രാക്ക് ടയർ ഇടാനായിട്ട് പോകണം. ഫസ്റ്റ് ടൈം തരാം 190 നേരെ ഡയറക്റ്റൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ. സെറ്റാക്കാം. 190 സെക്ഷൻ ടയറുമായിട്ട് ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് പോയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, അവിടെയായിട്ട് ചെറിയ ടൈപ്പിൽ നമ്മളിങ്ങനെ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. യെസ്, ഭാഗ്യം വന്നപ്പോൾ വേറെ വണ്ടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചൂടോടെ ടയർ മാറാം. കറക്റ്റ് വീണാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഹഗ്ഗറില്ലേ അകത്ത് വരുന്ന, ഞാൻ RCയുടെ ഈ ഒരു ഫ്ലാപ്പായിട്ട് ഇട്ടേക്കുന്ന ഇതിൽ സൈഡ് പിടിക്കുമെന്നാണ് എൻ്റെ ഒരു സംശയം. മിക്കവാറും അല്ല, അതിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് റിമൂവ് ആക്കണം, അല്ലെങ്കിൽ ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു പള്ളി കിട്ടാനേ ചാൻസ് ഉള്ളതാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കാരണം ടയർ ടക്കനായിട്ട് തരും കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു മെഷീനെ കൊണ്ട് ട്രാക്ക് ടയർ ഇടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് അത്. ആ കാണുന്ന സംഭവമില്ലേ, അത് വെച്ചിട്ട് ഒറ്റയടി, അഥവാ കയറാത്ത ടയറാണെങ്കിൽ അത് വെച്ച് ഒറ്റയടി അടിക്കുമ്പം ടപ്പോ എന്ന് പറഞ്ഞ് ടയർ കയറിക്കോളും. ഈ ഒരു ടയർ ചേഞ്ച് ചെയ്യുന്ന ലൊക്കേഷൻ എവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ ചാത്തന്നൂർ ഷോപ്പിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഷോപ്പാണ് കേട്ടത്. സിയ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ടയർ ചേഞ്ചും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബൂസ്റ്റർ സംഭവം അത് വെച്ച് ടയർ കയറാത്തതുകൊണ്ട് ആ മെഷീൻ വെച്ച് ഒറ്റ അടിയാണ് കേട്ടോ. അപ്പം ഏത് ടയറായാലും ഒറ്റ ക്ലിക്കിൽ കയറിക്കോളും. അതിൻ്റെയാണ് ഇപ്പോൾ നിങ്ങൾ കാണാനായിട്ട് പോണത്. ഓക്കെ,
കുറച്ച് മാറിയിരിക്കുക, നല്ലൊരു സൗണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. പക്ഷേ വീണിട്ടില്ല. വീണോ? അത് വീഡിയോ അല്ലേ? വീട് സംഭവം സൈഡായി കണ്ടില്ലേ? ഓ വീട് ഓക്കെ. ടയർ മാറ്റി വണ്ടി കുറച്ച് ദൂരം ഓടിച്ച് നമ്മൾ ആർസിതായിരിക്കുന്ന. അപ്പോൾ കുറേ ദൂരം ഓടിച്ച് വണ്ടിയുടെ കോർണറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ബൈക്കിൻ്റെ കാണുമ്പോൾ ഉള്ള ലുക്കും അടിപൊളിയാണ്. ആ ലുക്ക് കാണാനായിട്ട് ഞാൻ അതിൻ്റെ ഹഗ്ഗും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഓടുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഇട്ടിരുന്ന സെയിം ടയറാണ്, ഈ ടി വി എസിൻ്റെ സെയിം ടയറാണ് ഇതിന് മുമ്പായിട്ട് ഇട്ടിരുന്നത്. നമ്മുടെ ആർ സിയിലും ആ ഒരു ടയറാണ് ഇട്ടത്, ഫ്രണ്ട് ബേക്കും. അപ്പോൾ ആർ സിയിൽ ഇനി ഓടാൻ കുറച്ച് കിടപ്പുണ്ട്. അപ്പം അടുത്തത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ റോഡ് 5 അത് റോഡ് 6 ആണ്, സോറി റോഡ് 6 തന്നെ പോവാം. അപ്പോൾ നമ്മുടെ ബൈക്കുകളൊക്കെ കാണിച്ചിരുന്ന കുറച്ച് പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോയിൽ. അപ്പോൾ ഫുൾ കാറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയി പോകുന്നതാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത്. അപ്പം കാറിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ തീരുന്ന വരെ കാറിൻ്റെ നമ്മൾ മാക്സിമം അടിപൊളിയാക്കാനായിട്ട് പോവുകയാണ്. ഇതായിരിക്കുന്ന കാറ് ആലോചിച്ച് ചേഞ്ച് ചെയ്യണം, സമയമെടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ പോളോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കുറച്ച് അക്സസറീസും കാര്യങ്ങളൊക്കെയാണ്. ഫിൻ എക്സോസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് ഈ കയ്യിലിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ സൈഡ് സ്കർട്ടാണ്, പോളോ GTയുടെ ഒറിജിനൽ സൈഡ് സ്കർട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ പോളോയിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു വ്ലോഗ് എടുക്കണം തോന്നി, അങ്ങനെ എടുത്തതാണ്. നമുക്കിത് കൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കൂടുതൽ അൺബോക്സ് ചെയ്യുന്നതൊക്കെ മെയിൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കി സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സൈഡ് സ്കർട്ടും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് അത് സെറ്റ് ചെയ്യാനുള്ള ഫുൾ സഹിതം നമുക്ക് അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയണ്ടേ. എസ്പെയർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ 2 പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് മാത്രമല്ല, നമ്മളെ പോളോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ കാറിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് അക്സസറീസ് നല്ല കിടിലൻ ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് അവരെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ഐറ്റം വേണമെങ്കിൽ നിങ്ങൾ അവർ പേജ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ വളച്ച് ഓടിച്ച് കാണിച്ചില്ല, കണ്ടില്ലേ? നല്ല കിടിലൻ ക്വാളിറ്റിയിലെ സൈഡ് സ്കർട്ടാണ് ഇത്. ഞാൻ കുറേ നാളുകൊണ്ട് നോക്കുന്നൊരു സംഭവമാണ് ഈ ഒരു സൈഡ് സ്കർട്ട്, അതേപോലെ തന്നെ ഈ ഒരു ഫിൻ എക്സോസ്റ്റ് കേട്ടോ. അപ്പോൾ അത് ഫിൻ എക്സോസ്റ്റ് വരാൻ നേരത്തെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പുറകുവശത്തായിട്ട് നമുക്കൊരു LED ലൈറ്റും വരുന്നുണ്ട്. റെഡ് കളറിലാണ് ഈ ലൈറ്റ് വരുന്നത്. എന്തായാലും സെറ്റ് ചെയ്യാന്നുണ്ടല്ലോ മാരക ലുക്കായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാൻ പോയാലോ. നമ്മുടെ പോളയും കൊണ്ട് നമ്മുടെ നെക്സ്റ്റ് ഗിയർ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ബാക്കി പത്തും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബേക്ക് ഫിന്നും വെക്കണം, സൈഡ് സ്കർട്ടും വെക്കണം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ പോളോയുടെ W ഡിസൈൻ ഹെഡ്ലൈറ്റ് ഇല്ലേ, അതിൻ്റെ പിക്സൽ RGB വർക്ക് ഇപ്പം നമ്മൾ 3ാമത്തെ ഹെഡ്ലൈറ്റാണ് ഈ സെയിം W ഹെഡ്ലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊറിയർ വന്നതാണ്. അതിൻ്റെ അകത്ത് പിക്സൽ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നടക്കുന്ന സാധനമാണ്. അപ്പം ഇതിൽ തീർന്നിട്ടേ നടക്കുള്ളൂ. ഇതിനോടുണ്ടെങ്കിൽ ബൈക്കിൽ കൂടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ സെറ്റിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ചെറുതാങ്ങില്ലേ, അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കിയാണ്. അത് ഇരുന്നാൽ നമുക്ക് കറക്റ്റ് ബേക്ക് കുറച്ച് അധികം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റിമൂവ് ആക്കിയിട്ട് നമ്മൾ ഈ സബ്സ്കേർട്ട് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വരുന്ന ബോൾട്ടാണ്, ഈ 5 ബോൾട്ടാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് ഡ്രിൽ ചെയ്തൊന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫ്രെയിം അതിൻ്റെ അകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കേട്ടോ. എന്താ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സൈഡ് സ്കർട്ടിൻ്റെ സ്ക്രൂ നമ്മൾ അടിച്ച് കയറ്റിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സൈഡ് സ്കർട്ട് 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഫ്രണ്ട് ടയറിന് ചെറിയൊരു പഞ്ചർ കിട്ടി. അത് വരുന്ന വഴിക്ക് എപ്പോഴായതാണ്. അപ്പം സമയമില്ലാത്തതുകൊണ്ട് നേരെ പഞ്ചർ അടിക്കാനായിട്ട് വന്നേനെ കേട്ടോ. സൈഡ് സ്കർട്ട് 2 സെറ്റ് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഫുള്ള് ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. ഇത് ഇന്ന് തന്നെ നൈറ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ ബേക്ക് ആ ഒരു ഫിന്നും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നാളെ രാവിലെ ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. നമ്മുടെ വിഷ്ണു തറയിൽ കിടന്നിട്ടുള്ള പരിപാടിയാക്കിയാണ്. തറയിൽ കിടന്നിട്ട് നമ്മളെ ആ പരിപാടിയല്ല, വേറെ പരിപാടികൾ ഇത് സെറ്റ് ചെയ്യാൻ നോക്കിയാൽ കേട്ടോ. ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒന്ന് പിടിച്ചിടണം. എന്താ ഡ്രിൽ ബിറ്റ് കൊണ്ട് അടി കിടക്കണുണ്ടല്ലോ. നമ്മുടെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടാ പാർക്കിട്ടേടാ, പാർക്ക് മാത്രം ബ്രേക്കിന്ന് കാലിട്ടാ, പാർക്ക് മാത്രം ഇട്. ഓക്കെ, പാർക്ക് മാത്രം ഇടാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കത്തി കിടക്കും. ബ്രേക്ക് ഔട്ടി, യെസ്, ബ്രേക്ക് ഇടാൻ നേരത്ത് ഇതിങ്ങനെ മിന്നി കളിക്കും കേട്ടോ. ഓക്കെ, അതിൻ്റെ കണക്ഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് നാളെ രാവിലെ കാണാം. കുറച്ച് സംഭവം കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടേക്ക് ഇനി കുറച്ച് ഇതിൻ്റെ ഒരു ഫിന്നും ഇവിടെയും കൂടെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ അടിപൊളി ആക്കിയിട്ടുണ്ട്.
ഓക്കെ കാണാം. ഇന്നലെ നൈറ്റ് ലേറ്റായിട്ടാണ് നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫൈനൽ വർക്ക് അപ്പോൾ ഇതാണ്. ഇവിടെ ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാണുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ എക്സോസ്റ്റ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ എക്സോസ്റ്റിൻ്റെ 2 ടിപ്പും കാര്യങ്ങളൊക്കെ വയ്ക്കുക. അതിനോട് ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡെമോ എങ്കിലും വയ്ക്കണം. ഒരു എക്സോസ്റ്റ് വയ്ക്കുന്ന പ്ലാൻ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മൈലേജ് തന്നെ കുറച്ച് കഷ്ടമാണ്. അപ്പം എക്സോസ്റ്റ് വയ്ക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഒരു വയ്യ. അപ്പോൾ അതുകൊണ്ട് ഡിഫ്യൂസിൻ്റെ ലുക്കപ്പ് ഇതാണ് കേട്ടോ. ഹൈറ്റൊക്കെ സ്ഥലമൊക്കെ ബേക്ക് തട്ടുന്നില്ലെന്നൊക്കെ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് കണ്ടൊക്കെ ഇറക്കണം. നമ്മുടെ സൈഡ് സ്കേർട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ക ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് ഇതിൻ്റെ ആ ഒരു ഫിറ്റിംഗ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. കറക്റ്റ് ആ ലൈനിൽ തന്നെ നമ്മൾ കറക്റ്റ് ഇത് തന്നെ കാണാൻ അടിപൊളി പ്രീമിയം ലുക്ക്. അടുത്ത് നിൽക്കുന്നില്ല സംഭവം. പക്ഷേ നമുക്ക് പോളെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇത് വയ്ക്കുമ്പോൾ ഉള്ള വണ്ടിയുടെ ലുക്ക് എന്താണെന്ന്. പുറത്തുനിന്ന് ഒരാൾ കാണാൻ നേരത്ത് ഇതിൻ്റെ ലുക്ക് ഇത് നേരത്തെ ഉണ്ടായിരുന്നോ ഇല്ലെന്ന് എല്ലാവർക്കും ചെറിയ ഡൗട്ട് തോന്നും. പക്ഷേ നോർമൽ പോളയ്ക്ക് ഈ ഒരു സാധനം വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പോളോ ജെയ്റ്റിലൊക്കെ വണ്ടി വാങ്ങിക്കുമ്പോൾ തന്നെ ആ ഒരു സൈസ് കട്ട് വരുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കത്തിച്ച് കാണിച്ചിടാം. നമ്മൾ ബ്രേക്കിൻ്റെ ലൈനിലാണ് കൊടുത്തിരിക്കുന്ന. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയോ, അതിങ്ങനെ ഫ്ലാഷ് ചെയ്ത് കളിക്കും കേട്ടോ. കാണാൻ നല്ല റണ്ണിങ്ങിലൊക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പം നമ്മളെ എസ്പെയറർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ വക സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അവരിൽ ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റങ്ങൾ നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഒരുപാട് സാധനങ്ങൾ അവരുടെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് ആ പേജിൽ കയറി ചെക്കൗട്ട് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഐറ്റങ്ങൾ ഉറപ്പായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കാറും കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ ഇതേപോലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം കയറി നോക്കിയോ, ഒരുപാട് ഐറ്റങ്ങളുണ്ട്. എനിക്കറിയാം ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റ് വരും, അലോയ് ചേഞ്ച് ചെയ്യാത്ത എന്ത് ബ്രോ, ചേഞ്ച് ചെയ്യ് ബ്രോ, എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അലോയ് ചേഞ്ച് ചെയ്തിട്ടേ വണ്ടിയുടെ ലുക്ക് അറിയാൻ പറ്റത്തുള്ളത്. ചേഞ്ച് ചെയ്യണം, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അലോയ് ചേഞ്ച് ചെയ്യുമ്പോഴേ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ടയറും ചേഞ്ച് ചെയ്യണം. അതായത് എടുക്കണമെങ്കിൽ ഒരു 70 ഇഞ്ച് വീലാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഈ ഒരു ടയർ കുറച്ചും കൂടെയൊക്കെ ഓടാനുണ്ട്. ഏകദേശം ഒന്ന് ഓടി തീരുന്നതിന് ശേഷം നമുക്കൊരു അലോയിലിട്ട് കിടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. കുറച്ച് ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കിയതാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ എക്സ്പൾസും കൂടെ ഉണ്ട്. എക്സ്പൾസ് നമ്മുടെ നോക്കൗട്ടർ കൊണ്ടുപോയിരിക്കുകയാണ്. ഏകദേശം 1 മാസം ആവാറായെന്ന് തോന്നുന്നു. അവൻ്റെ വണ്ടി വർക്ക് തീർന്നിരിക്കുക. പക്ഷേ ഒരു സ്റ്റിക്കർ വർക്ക് അവൻ തന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റിക്കർ വർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗാണ്. സംഭവം ലാസ്റ്റ് 15 ദിവസം കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ച വണ്ടി നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ശേഷം കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നമുക്കിനി മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. അതുവരെയും ഗുഡ് ബൈ.